വിഷ്വൽ ബേസിക്കിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെനു എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. മെനു എന്ന് പറയുമ്പോൾ യൂസർ ഇന്റർഫേസിനെ സംബന്ധിച്ചിടത്തോളം മെനു വളരെ പ്രധാനപ്പെട്ട റോളാണ് നിർവഹിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു മെനു വിഷ്വൽ ബേസിക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ബിൽറ്റിൻ ആയിട്ടൊരു എഡിറ്റർ ഉണ്ട്. നമുക്ക് മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ഇവിടെ അവൈലബിൾ ആണ്. ടൂൾസ് എന്ന് പറയുന്ന മെനുവിൽ മെനു എഡിറ്റർ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. മെനു എഡിറ്റർ ടൂൾസ് എന്ന് പറയുന്ന മെനുവിലാണ്, സബ് മെനു ആയിട്ടാണ് മെനു എഡിറ്റർ ഉള്ളത്. മെനു എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്കൊരു പുതിയ മെനു എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. നമുക്ക് കൺട്രോൾ ഇ കൊടുത്താലും മതി. കീബോർഡിനകത്ത് കൺട്രോൾ ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു എഡിറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. മെനു എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ മെനു ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഫസ്റ്റിലെ അതിന്റെ ക്യാപ്ഷനാണ്. എന്താണ് മെനുവിന് കൊടുക്കേണ്ട ക്യാപ്ഷൻ? ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയണം. ഫയൽ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ അവിടെ ക്യാപ്ഷൻ എന്നുള്ളത് ഫയൽ എന്ന് ടൈപ്പ് ചെയ്യണം. ഇതിനൊരു പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ മെനുവായിട്ട് ബന്ധപ്പെട്ട ഒരു പേരെന്നുള്ള രീതിയിൽ ഞാൻ എം ഫയൽ എന്നുള്ളൊരു പേര് കൊടുക്കും. അത് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയല്ല, അതിനൊരു പേര് കൊടുക്കുകയാണ്. ഐഡന്റിഫിക്കേഷന് വേണ്ടി നെയിം കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നമുക്ക് വേറെ പല കാര്യങ്ങൾ എനേബിൾ, വിസിബിൾ, നമുക്ക് വിസിബിൾ ഓഫ് ആക്കാം, അല്ലെങ്കിൽ എനേബിൾ ആക്കാം, ഡിസേബിൾ ആക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഫയൽ എന്നുള്ള മെനു കൊടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. അതിനുശേഷം ഫയലിന് ശേഷം അടുത്തത് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫയലിന്റെ സബായിട്ടാണ് നമുക്ക് അടുത്ത മെനു വരേണ്ടതെങ്കിൽ ഈ റൈറ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. റൈറ്റിലേക്കുള്ള അന്നേരം ഇവിടെ ഡോട്ട് വിസിബിൾ ആകും. ഇനി നമ്മൾ കൊടുക്കുന്നില്ല, ഫയലിന്റെ സബായിട്ടായിരിക്കും വരിക. അപ്പൊ ഞാൻ അടുത്ത ഫയലിനകത്ത് ന്യൂ എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു. ന്യൂ, അതിന്റെ നെയിം കൊടുക്കുന്നു. നമുക്ക് തെറ്റിപ്പോയിരിക്കാൻ ഞാൻ എമ്മും കൊടുത്തത്, മെനു എന്നുള്ളതിന്റെ എമ്മും കൊടുത്തത് എം ന്യൂ. നെക്സ്റ്റ്, വീണ്ടും അതിന്റെ സബായിട്ട് തന്നെ ഡോട്ടിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ അടുത്തത് ഓപ്പൺ, എം ഓപ്പൺ. നെക്സ്റ്റ് നമുക്ക് ഒരു ഹൈഫൺ കൊടുക്കണം. ഒരു വര പോലെ കൊടുക്കണം. ഹൈഫൺ കൊടുക്കുന്നു. നെയിം എം ഹൈ. നെക്സ്റ്റ്, അതിനുശേഷം നമുക്ക് എക്സിറ്റ് എന്നുള്ളൊരു കമാൻഡ്. എക്സിറ്റ്, എക്സിറ്റ്, എം എക്സിറ്റ്. നെക്സ്റ്റ്, ഇനി നമുക്ക് അടുത്ത മെനു ആയിട്ടാണ് വരേണ്ടത്. ഫയൽ പോലെ ഇവിടുത്തെ കാണുന്ന പോലെ തന്നെ ഫയൽ കഴിഞ്ഞ് അടുത്ത് എഡിറ്റ് എന്നുള്ള മെനുവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്ക്, നമ്മുടെ റൈറ്റിലേക്കുള്ള ആരോയാണ് ക്ലിക്ക് ചെയ്തിരുന്നത്. ഇനി ലെഫ്റ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ മെനുവിന്റെ പേര് കൊടുക്കും, എഡിറ്റ്. അല്ലെങ്കിൽ നെയിം കൊടുക്കുന്നു, എം എഡിറ്റ്. ഇനി അതിന്റെ സബായിട്ടാണ് അടുത്ത് വരണ്ടെങ്കിൽ വീണ്ടും റൈറ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ സബ് മെനുസ് എഡിറ്റിലെ കട്ട്, എം കട്ട്. നമുക്ക് ഇതിന് ഷോർട്ട് കട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഷോർട്ട് കട്ടിന് നമുക്ക് ഒരു ഷോർട്ട് കട്ട് കീ കട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യണം. കൺട്രോൾ എക്സ്, കൺട്രോൾ എക്സ് സെലക്ട് ചെയ്യും. നെക്സ്റ്റ് കൊടുക്കും. ഇനിയും അടുത്തത് കോപ്പി എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുന്നത്. കോപ്പി, കോപ്പി. അതിന് ഞാനൊരു ഷോർട്ട് കട്ട് കീ കൺട്രോൾ സി ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഓക്കെ അല്ല കൊടുക്കണം, സോറി, നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. നമുക്കൊരു മെനുവിന് അതിന്റെ സബായിട്ട് വീണ്ടും ഇപ്പം കോപ്പി എന്നുള്ള കമാൻഡിന്റെ സബ് കൊടുക്കണമെങ്കിൽ വീണ്ടും ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ സബായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് ഇപ്പം ഇത്രയും മതി. ഇത് ക്ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണിക്കുക എങ്ങനെയാണ് മെനു കാണിക്കുക എന്നുള്ളതാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫയൽ മെനു, ന്യൂ, ഓപ്പൺ, എക്സിറ്റ്. നേരത്തെ ഒരു വര കൊടുത്തോണ്ടാണ് ഇങ്ങനെ ഒരു ഹൈഫൺ പോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ എഡിറ്റിൽ കട്ട്, ഇവിടെ ഞാൻ ഷോർട്ട് കട്ട് കീ കൊടുത്തിരുന്നു, അതിന് പകരമായിട്ട് ഇവിടെ. ഇപ്പം നമ്മൾ മെനുവിലൊന്നും ക്ലിക്ക് ചെയ്താലൊന്നും സംഭവിക്കത്തില്ല. കാര്യം നമ്മൾ അതിനകത്ത് കോഡൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കോഡുകൾ അപ്ലൈ ചെയ്യാം. ഇപ്പം എക്സിറ്റ് എന്നുള്ള ബട്ടണിൽ ഒരു കോഡ് കൊടുക്കാൻ പോകാം. ഇവിടെ ഞാൻ എൻഡ് എന്ന് കൊടുത്തു. എൻഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയൽ എക്സിറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഫയൽ. അതേപോലെ നമുക്ക് ഓരോ മെനുവിനും അതിൻ്റെതായിട്ടുള്ള കോഡുകൾ കൊടുത്ത് മെനുകൾ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു മെനു ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര മെനു വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സബ് മെനു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെനു എഡിറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ
E ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.